പ്രതികരണത്തെ ഭയപ്പെടുന്ന ഒരു കാലമാണ് ഇത്. ഭരണകൂടങ്ങൾ, വലിയ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വലിയ വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ പ്രതികരണത്തെ തന്നെ ഭയപ്പെടുകയാണ്. അപ്പോഴാണ് ഞാൻ ഈ തലക്കെട്ടിലെ വൈരുദ്ധ്യം ശ്രദ്ധിച്ചത്. ലിബറലിസം അതിൻ്റെ അതിരുകവിച്ചിലുകളെ സംബന്ധിച്ച് ആണ് നമ്മളിവിടെ സംവദിക്കുന്നത്. പക്ഷേ ഒട്ടും ഇത്തരം കാര്യങ്ങളിൽ, നേരത്തെ പറഞ്ഞ ആശയ സംവാദപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒട്ടും ലിബറൽ അല്ലാത്ത, അങ്ങേയറ്റം അസ്ഖ്യതയുള്ള, അസഹിഷ്ണുതയുള്ള ഒരു കാലവും ഇത് തന്നെയാണ്. അപ്പോൾ ആരുടെ ലിബറലിസത്തെ സംബന്ധിച്ചാണ്, ആരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ട് തീരുകയാണ്. ഇവിടെ എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള കുറേ ആളുകളുണ്ട്, എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള കുറേ ആളുകളും ഉണ്ട്. ഒന്നും പറയാനും ഒന്നും ചെയ്യാനും സ്വാതന്ത്ര്യമില്ലാത്ത അനേകം ആളുകളും ഇവിടെ ഉണ്ട് എന്നതാണ് ഈ കാലത്തിൻ്റെ സവിശേഷത. അവർ പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ്, അവർ പറയുന്നത് അവരുടെ അധികാരത്തെ സംബന്ധിച്ചാണ്, അവർ പറയുന്നത് അവരുടെ സൗകര്യങ്ങളെ സംബന്ധിച്ചാണ്. മറിച്ച് ഇവിടെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും അല്ല പറയുന്നത് എന്ന വസ്തുത വേറിട്ട് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. കാരണം നാം ആദ്യം പറഞ്ഞ ആ കുബേരവർഗത്തിൽപ്പെട്ട, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, സമത്വം ആസ്വദിക്കുന്ന ആളുകളിൽപ്പെട്ടവരല്ല. നാം രണ്ടാമത് പറഞ്ഞ അതെല്ലാം നിഷേധിക്കപ്പെട്ട ആളുകളുടെ പട്ടികയിൽ പെട്ടവരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ജനാധിപത്യം അനുവദിക്കപ്പെടുന്നില്ല, ഞങ്ങൾക്ക് നീതി ലഭ്യമാകുന്നില്ല, ഞങ്ങളോട് ക്രൂരമായിട്ടുള്ള വിവേചനം കാണിക്കുന്നു എന്ന് പറയുന്നത് പോലും ഒരു മഹാപാതകമായി തീർന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഒരു വെള്ളിയാഴ്ചയാണ്. നിങ്ങളൊക്കെ പള്ളികളിൽ പോയി നമസ്കരിച്ച ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. ഇന്ന് പള്ളിയിൽ എന്ത് പറയണം എന്ത് പറയരുത് എന്ന് തീരുമാനിച്ചത് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. എത്ര പേർ അദ്ദേഹത്തെ അനുസരിച്ചു അല്ലെങ്കിൽ ധിക്കരിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം അത് പറയാൻ ശ്രമിച്ചു എന്നത്, അദ്ദേഹത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് കുറേ ആളുകൾ ആ ആവശ്യം ആവർത്തിച്ചു എന്നത് ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമാണ്. മുമ്പ് എല്ലാം നിഷേധിക്കപ്പെടുന്നവനോട് ആളുകൾ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ പരിഹാസത്തോടുകൂടി പറഞ്ഞിരുന്നത്, പള്ളി പോയി പറയാമെന്നാണ്. എന്ന് പറഞ്ഞാൽ അറ്റ കൈക്ക് അവസാനം പോകാനുള്ളൊരു സ്ഥലം പള്ളിയായിരുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇന്ന് ആ പള്ളിയുടെ കാര്യം പോലും, ആ പള്ളിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യം പോലും ആ പള്ളിയിൽ പറയാൻ പാടില്ല എന്ന് ഒരു ഭരണാധികാരി പറയുമ്പോൾ അത് പല അർത്ഥങ്ങളിൽ ഗൗരവമുള്ളതാണ്. ഈ കേരളത്തിൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഫാഷിസ്റ്റുകൾ അധികാരം വാഴാത്ത ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് നിന്നുകൊണ്ട് ഒരു ഭരണാധികാരി അങ്ങനെ പറയാൻ കാണിക്കുന്ന ധൈര്യമാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. ആ ധീരത അപകടം പിടിച്ച ഒരു ധീരതയാണ്. ആ ധീരത ഫാഷിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് വെളിപ്പെടുത്തുന്ന അപകടം പിടിച്ച ഒരു ധീരതയാണ്. അത്തരം ഒരു കാലം കുറേശ്ശെ ദിവസങ്ങളായി, വർഷങ്ങളായി
നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരികയായിരുന്നു. സകലമാന വർഗീയവാദികളും സകലമാന ഭീകരവാദികളും സകലമാന തീവ്രവാദികളും സകലമാന മനുഷ്യദ്രോഹികളും സകലമാന അസാൻമാർഗികവാദികളും ഒരുമിച്ച് ഒരു ഭാഗത്ത് അണിനിരന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞ ഓരോ വിശേഷണവും അവർ നമുക്കെതിരെ ഉന്നയിക്കുന്ന വിശേഷണങ്ങളാണ്. യഥാർത്ഥത്തിൽ ആ എല്ലാ സർട്ടിഫിക്കറ്റുകളും ആശയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർക്ക് അർഹതപ്പെട്ടതാണ്. വളരെ വ്യാജമായിട്ടുള്ള മുദ്രകൾ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നേരെ, അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നേരെ, അസമത്വവും അനീതിയും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് നേരെ അവരുടെ പുറത്ത് കുത്തുകയും അതിൻ്റെ പേരിൽ അവരെ അടിക്കുകയും ചവിട്ടുകയും അവരെ പുറത്താക്കുകയും ചെയ്ത പാരമ്പര്യത്തിൻ്റെ ആവർത്തനമാണ് ഈ കാണിക്കുന്നത്. ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ പേടി തോന്നിപ്പിക്കുന്ന വിധത്തിൽ, മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ പേടി തോന്നുന്ന വിധത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവതരിപ്പിക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾക്ക് യോജിക്കാത്ത, അവരുടെ പ്രവൃത്തിക്ക് യോജിക്കാത്ത, അവരുടെ പാരമ്പര്യത്തിന് യോജിക്കാത്ത, അവരുടെ ചരിത്രത്തിന് യോജിക്കാത്ത, അവരുടെ ആശയ ആദർശങ്ങൾക്ക് യോജിക്കാത്ത മുദ്രകൾ അവരുടെ പുറത്ത് ചാർത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ അട്ടിമറി, സാംസ്കാരികമായ അട്ടിമറി ഈ ലോകത്ത് ഇവർ നടത്തിപ്പോന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് അത് നടത്തുകയാണ്. ഒരു നിമിഷം ഈ വലിയ ബഹളത്തിൽ നിന്ന് മാറി നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ, ആരാണ് യഥാർത്ഥത്തിലുള്ള ഭീകരവാദികൾ? ആരാണ് യഥാർത്ഥത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത്, ഈ ലോകത്ത് നടത്തിയിട്ടുള്ളത്? ആരാണ് ഏറ്റവും വലിയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്? ഏറ്റവും വലിയ ഉന്മൂലനങ്ങൾ നടത്തിയിട്ടുള്ളത്? ഏറ്റവും വലിയ വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ആരാണ് എന്ന് പരിശോധിച്ചാൽ നമ്മളല്ല എന്ന് 100 വട്ടം നമുക്കും അവർക്കും ബോധ്യപ്പെടുന്ന സത്യമാണ്. അങ്ങനെയാണ് നമുക്ക് പേറേണ്ടതില്ലാത്ത മുദ്രകൾ, നമുക്ക് പേറേണ്ടതില്ലാത്ത പേരുകൾ വഹിക്കേണ്ടി വരുന്നത്. നമ്മളത് കുടഞ്ഞ് പുറത്തെറിയുന്നു. നമുക്ക് യോജിച്ചതല്ല അത്. പക്ഷേ നമ്മൾ അവരോട് പ്രതിവർഗീയത പറയുന്നില്ല, നമ്മൾ അവരോട് പ്രതിഭീകരത കാണിക്കുന്നില്ല, നമ്മൾ അവരോട് വെറുപ്പും വിദ്വേഷവും തിരിച്ച് കാണിക്കുന്നില്ല. നമ്മൾ വിനയത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയിൽ ഡയലോഗിന് അവരെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ വർത്തമാനം പറയാൻ വരൂ, നല്ല വർത്തമാനങ്ങൾ. ഇതാണ് നമ്മൾ അവരോട് പറയുന്നത്. പണ്ടൊരു നമ്പൂതിരി ഫലിതം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരാൾ കണക്കിന് ചീത്ത പറഞ്ഞു അയാളെ. എല്ലാ വിസർജ്യങ്ങളുടെ പേരും എല്ലാ ഭീകര ജന്തുക്കളുടെ പേരും ഒരു സാധുവിനെ വിളിച്ചപ്പോൾ തിരിച്ച് അദ്ദേഹം നല്ല നല്ല സാധനങ്ങളുടെ പേരുകളാണ് പറഞ്ഞത്. ഭക്ഷണ സാധനങ്ങളുടെ പേരുകൾ, കഴിക്കാൻ പറ്റാത്ത, ഭക്ഷണത്തിന് ശേഷമുണ്ടാകുന്ന അവശിഷ്ടത്തെ സംബന്ധിച്ച് അയാളുടെ ശത്രു പറഞ്ഞപ്പോൾ കഴിക്കാൻ പറ്റുന്ന നല്ല നല്ല ഭക്ഷണങ്ങളുടെ പേരാണ് ഈ പാവം പറഞ്ഞത്. അപ്പോൾ അന്തം വിട്ടിട്ടുണ്ടാവും എല്ലാവരും, കേട്ടവരും നമ്പൂതിരിയൊക്കെ പറഞ്ഞവനുമൊക്കെ. അപ്പോൾ എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നു വെച്ചപ്പോൾ അദ്ദേഹം കഴിക്കുന്നത് അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിക്കുന്നത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് അവരുടെ ശീലം അവർ കാണിക്കുന്നു, നമ്മൾ നമ്മുടെ ശീലം കാണിക്കുന്നു. നമുക്ക്
പ്രതിവർഗീയത സാധ്യമല്ല, നമുക്ക് പ്രതിഭീകരത സാധ്യമല്ല, നമുക്ക് വെറുപ്പുൽപാദിക്കാൻ സാധ്യമല്ല, വിദ്വേഷം പ്രചരിപ്പിക്കാൻ സാധ്യമല്ല, നമുക്ക് ഉന്മൂലനങ്ങൾ സാധ്യമല്ല. നമ്മൾ സഹവർത്തിത്വത്തിൻ്റെ ആളുകളാണ്, സാഹോദര്യത്തിൻ്റെ ആളുകളാണ്. മഹത്തായ ആശയ സ്വാതന്ത്ര്യത്തിൻ്റെ അടിവരയിട്ടുകൊണ്ട് ഞാൻ അവകാശപ്പെടുന്നു, ലോകത്തെ ഏറ്റവും വലിയ ആശയ സ്വാതന്ത്ര്യത്തിൻ്റെ, വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ ആളുകളാണ് മുസ്ലിങ്ങളും അവരുടെ ദീനും അവരുടെ വിശ്വാസ സംഹിതയും. ലാ ഇക്റാഹ ഫിദ്ദീൻ, അഭിപ്രായങ്ങൾ ആരുടെ മേലും അടിച്ചേൽപ്പിക്കില്ല. പക്ഷെ ഒന്നുണ്ട്, നല്ലത് ഇതാണ്, ഇത് ചീത്തയാണ്, ഇത് അപകടമാണ്, ഇത് ഗുണമുള്ളതാണ് എന്ന് ഞങ്ങൾ പറയും. മനുഷ്യസ്നേഹത്തിൻ്റെ പേരിൽ, മനുഷ്യസ്നേഹത്തിൻ്റെ പേരിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നതാണ്. അതിനുള്ള അവകാശം മാത്രമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഈ സമുദായം ലോകത്തെല്ലായിടത്തും ആവശ്യപ്പെട്ടിട്ടുള്ളത്. നന്നേ ചുരുങ്ങിയത് സ്വന്തം ജീവിതത്തിലെങ്കിലും അവരിഷ്ടപ്പെടുന്ന ആശയം അതിൻ്റെ പൂർണ്ണമായ അളവിൽ വിശ്വസിക്കാനും അവരുടെ അനുഷ്ഠാനങ്ങൾ അതിൻ്റെ പൂർണ്ണമായ അളവിൽ അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകേണ്ടതാണ്. അതാരുടെയും ഔദാര്യം കൊണ്ട് സംഭവിക്കേണ്ട ഒരു കാര്യമല്ല, മനുഷ്യനായി ഭൂമുഖത്ത് പറന്നതുകൊണ്ട് സംഭവിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവർക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അത് അന്ധമായിരുന്നാലും അനാചാരങ്ങളായിരുന്നാലും അത് വകവെച്ചു കൊടുക്കാൻ മുസ്ലിം കമ്മ്യൂണിറ്റി എക്കാലത്തും സന്നദ്ധമായിട്ടുണ്ട്. തിരിച്ചും അങ്ങനെയുള്ള ഒരു പെരുമാറ്റമാണ് ശത്രുക്കളിൽ നിന്ന് ഈ കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്നത്. ഇവിടെ സാമുദായികമായിട്ടുള്ള വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രത്യേക കാലത്ത് ജീവിക്കേണ്ടി വന്ന നമുക്ക് മനുഷ്യ സഹജമായി വന്നു ചേരുന്ന വൈകാരികമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ ഇതര സമൂഹങ്ങളെ സമുദായങ്ങളെ വെറുക്കാനോ അവരെ സംബന്ധിച്ച് മോശമായ വിചാരങ്ങൾ വെച്ച് പുലർത്താനോ പാടില്ലാത്തതാണ്. കാരണം നമ്മുടെ ആദർശം നമ്മെ അതിനനുവദിക്കുന്നില്ല എന്നതാണ്. ഇവിടെ വർഗീയത എന്ന് നമ്മൾ പറയുന്നത് ഒരു സമുദായത്തിൻ്റെ വർഗീയതയല്ല. നമ്മൾ പറയുന്നത് ആ സമുദായത്തെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി അധികാരം കൈയാളുന്ന ആളുകൾ, വലിയ വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ചില തന്ത്രങ്ങൾ, കുതന്ത്രങ്ങളെയാണ്, അപകടകരമായിട്ടുള്ള കുതന്ത്രങ്ങളെയാണ് നമ്മൾ വർഗീയതയായിട്ട് പറയുന്നത്. ഒരു വലിയ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി നമുക്കൊപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി നമ്മുടെ ശത്രുക്കളല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നമ്മുടെ ശത്രുക്കളല്ല. ഒരർത്ഥത്തിലും അത്തരം സമൂഹങ്ങളെ നമുക്ക് ശത്രുക്കളായി കാണുവാനും സാധ്യമല്ല. അതേ സമയത്ത് ഈ കമ്മ്യൂണിറ്റിയുടെ ലോലമായ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിനും അധികാരങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങളിൽ സമ്പാദിക്കുന്നതിനും വേണ്ടി ഉള്ള തന്ത്രങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അടുത്ത കാലത്തായിട്ട് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു ഏർപ്പാടിന് മുതിരാൻ പാടില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, വിശേഷിച്ച് കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട പാർട്ടി ആ വഴിക്ക്, ഈ വളരെ കടന്ന ഈ വഴിക്ക്
അത്യന്തം അപകടകരമായിട്ടുള്ള ഈ വഴിക്ക് ചിന്തിച്ചു എന്നതാണ്. കുറച്ചു കാലമായിട്ട് അവരങ്ങനെ ചിന്തിക്കുകയാണ്. ആ ചിന്ത കൊണ്ട് അവർക്ക് കുറച്ചു ഫലം ഹ്രസ്വമായിട്ടുള്ള ഒരു കാലത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ സംസ്ഥാനത്തിൻ്റെ തുടർ ഭരണമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി മറ്റെല്ലാവരെയും മറുഭാഗത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വോട്ട് സമാഹരണം നടത്തുവാൻ അവർ പല തലങ്ങളിൽ ശ്രമിച്ചു. അതിൻ്റേതായ ഗുണം അവർക്ക് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാവുകയും ചെയ്തു എന്നത് ഒരു വാസ്തവമാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വഴിയായിരുന്നില്ല, ഇടതുപക്ഷക്കാരൻ്റെ വഴിയായിരുന്നില്ല, അത് വിപ്ലവകാരികൾക്ക് ചേർന്ന വഴിയായിരുന്നില്ല. പക്ഷേ ആ ഊടുവഴി, ആ കുറുക്കുവഴി, ആ ചതി കുഴികൾ അവർ തെരഞ്ഞെടുത്തു എന്നത് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അപജയമായിട്ടാണ്, ഒരു വലിയ ആദർശത്തിൻ്റെ അപജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ലോകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തേതും അല്ല. ഇതിനു മുമ്പും പല രാഷ്ട്രങ്ങളിലും ഇത്തരത്തിലുള്ള വിരോധങ്ങളും വെറുപ്പുകളും വിദ്വേഷങ്ങളും അവർ ചെയ്തു പോന്നിട്ടുണ്ട്. മറ്റൊരു കൂട്ടർ ഇവിടുത്തെ ഫാഷിസ്റ്റുകളാണ്. നമുക്ക് അവരുടെ ചെയ്തികളിൽ യാതൊരു അത്ഭുതവുമില്ല. അവരവരുടെ 1-ാം തീയതി മുതൽ തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും വലിയ ഇന്ധനം എന്ന് പറയുന്നത് ഒരു സമുദായത്തോടുള്ള വിരോധമാണ്, വെറുപ്പാണ്. അത് ആവശ്യമില്ലാതെ അവർ കത്തിച്ചിട്ടുണ്ട്. അതെന്തിനാണ് അവർ കത്തിക്കുന്നത് എന്ന് നമുക്കോ അല്ലെങ്കിൽ ലോകത്തിനോ ബോധ്യമല്ല. കാരണം ഒരു ന്യൂനപക്ഷം, ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ആളുകൾ എങ്ങനെയാണ് അവർക്ക് ഒരു ചെറിയ ന്യൂനപക്ഷം ഭീഷണിയാകുന്നത്, വെല്ലുവിളിയാകുന്നത്, ഭരണത്തിന് തടസ്സമാകുന്നത്, സമൂഹത്തിലുള്ളവരുടെ സ്ഥാനത്തിന് തടസ്സമാകുന്നത് എന്ന് നമുക്കൊട്ടും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമല്ല. അവരെന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഓൾറെഡി ഇപ്പോൾ തന്നെ അവരുദ്ദേശിക്കുന്ന കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയിൽ ലഭ്യമാണ്, അധികാരം ലഭ്യമാണ്, സമ്പത്ത് ലഭ്യമാണ്, സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യങ്ങൾ അവർക്ക് ലഭ്യമാണ്, വലിയ വലിയ സ്ഥാനങ്ങളും പദവികളും അവർക്ക് ലഭ്യമാണ്. അവരാണ് അതെല്ലാം എടുത്ത് നടത്തുന്നത്. അവഗണിക്കപ്പെട്ട, വളരെയധികം അകറ്റപ്പെട്ട, സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടാത്ത ഏറ്റവും ലോവർ തലത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നിട്ടും ഈ കമ്മ്യൂണിറ്റി എങ്ങനെ അപരസ്ഥാനത്ത് വന്നു? ഈ കമ്മ്യൂണിറ്റി എന്നും ഏത് തെരഞ്ഞെടുപ്പിനും ഒരു വിഷയമായി വരുന്നു. ഏത് സന്ദർഭത്തിലും ഈ കമ്മ്യൂണിറ്റിയും അതിൻ്റെ ആദർശവും വിഷയമായിട്ട്, വിവാദമായിട്ട് വരുന്നു എന്ന കാര്യം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മറ്റൊന്നാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ആദർശം തന്നെയാണ് നമ്മുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം നമ്മളൊരു ജനവിഭാഗം മാത്രമല്ല, ഒരു ആദർശത്തിൻ്റെ വക്താക്കൾ കൂടിയാണ്. ആ ആദർശം ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകാര്യമല്ല. കാരണം അവർ കാലാകാലങ്ങളിലായിട്ട് ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്ന, ചരിത്രത്തിൽ അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരു തെറ്റിനെയും ആ ആദർശം അംഗീകരിച്ചിട്ടില്ല. എന്നും അവരെ എതിർത്ത് പോന്നിട്ടുള്ള ആദർശമാണ് ഇത്. ഇന്നും ആ ആദർശത്തിന് ആ തരത്തിലുള്ള അതിൻ്റെ സവിശേഷത നഷ്ടമായിട്ടില്ല എന്നതാണ്. അതിലൊന്നാമത്തേത്, ഈ ആദർശം മനുഷ്യ സമൂഹത്തെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു, ഒരുമിച്ച് നിർത്തുന്നു എന്നതാണ്. മനുഷ്യ സാഹോദര്യം ഇത്രമേൽ ഉദ്ഘോഷിച്ച ഒരു ദർശനവും ലോകത്ത് മുമ്പുമില്ല, ഇന്നും ഇല്ല എന്നത് ഒരു മഹാസത്യം മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പോലും സാധിക്കാത്ത തരത്തിൽ മനുഷ്യരുടെ തുല്യത ഉദ്ഘോഷിക്കാൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാരനുള്ള അസ്ക്യതയ്ക്ക്, അസഹിഷ്ണുതയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ്. അവരെക്കാൾ വലിയ സമത്വത്തെക്കുറിച്ച്, അവരെക്കാൾ വലിയ സാഹോദര്യത്തെക്കുറിച്ച്, അവരെക്കാൾ വലിയ വിപ്ലവത്തെക്കുറിച്ച്, അവരെക്കാൾ വലിയ നീതി സങ്കല്പം വെച്ചു പുലർത്തുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്നത്. ആ ഇസ്ലാമിനെ അവർ ഭയപ്പെടുന്നു,
എന്നതാണ് മുസ്ലിങ്ങളെ അവരെ ഭയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാഷിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ അനീതിയുടെ വലിയ ചരിത്രങ്ങൾ നിലനിന്ന ഒരു പ്രദേശമാണ്. ആ അനീതികളെ മനുഷ്യരുടെ മുമ്പിൽ ഇന്ന് വെളിപ്പെടുത്താൻ പോലും അവർ പോലും നാണിക്കുന്ന തരത്തിലുള്ള കടുത്ത അനീതികൾ ആയിരുന്നു. അസമത്വം മാത്രമല്ല, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, മനുഷ്യന് ഒരു നജിസായി മാറുന്ന, മനുഷ്യന് വിസർജ്യത്തിൻ്റെ സ്ഥാനം കൽപ്പിക്കപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു വിശ്വാസ സംഹിതയുടെ വക്താക്കളാണ് അവർ. ആ വിശ്വാസ സംഹിതയെ, അത്തരത്തിലുള്ള ആ ക്രൂരമായിട്ടുള്ള ആചാരങ്ങളെ, അത്തരത്തിലുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളെ ഒരു കാലത്തും അവർ നിഷേധിച്ചിട്ടില്ല. അവരുടെ പ്രമാണങ്ങളിൽ അതിനെക്കുറിച്ച് തന്നെയാണ് അവർ ഊറ്റം കൊള്ളുന്നത്. അതിൻ്റെ ആവർത്തനമാണ് അവർ ആഗ്രഹിക്കുന്നത്. എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള അത്യാചാരങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതും അവരതുകൊണ്ടാണ്. ഇസ്ലാം ഒരു ദിവസം പോലും അതിനെ അനുവദിക്കുകയില്ല, അതുമായിട്ട് ചേർന്ന് പോകില്ല എന്ന് കൃത്യമായിട്ട് അവർക്കതറിയാം. ഈ രാഷ്ട്രത്ത് വളരെ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെച്ചു എന്ന് ഞാൻ പറയുന്നില്ല. മുസ്ലിം നാമധാരികളായ ഭരണാധികാരികൾ ഭരിച്ചിരുന്ന കാലത്ത് പോലും ഇസ്ലാമിൻ്റെ ഇത്തരത്തിലുള്ള സവിശേഷമായ ഗുണങ്ങളുടെ പ്രതിഫലനം അവരുടെ ഭരണത്തിൽ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അങ്ങനെ പല അത്യാചാരങ്ങളിൽ നിന്നും ഈ രാജ്യത്തിന് മോചനമുണ്ടായി. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലുണ്ടായി. കടുത്ത അനാചാരങ്ങളും അത്യാചാരങ്ങളും ഒക്കെ നിരോധിക്കപ്പെട്ടു, നിയമം മൂലം നിരോധിക്കപ്പെട്ടു. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും സമത്വ സാഹോദര്യ സങ്കല്പങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷയേകി ഇവിടുത്തെ ഭരണത്തിൽ സ്വാധീനമായി, ഇവിടുത്തെ നിയമങ്ങളിൽ അത് സ്വാധീനിച്ചു എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇതിനെല്ലാം ഭയപ്പാടോട് കൂടിയിട്ടാണ് ഫാഷിസ്റ്റ് ശക്തികൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ വോട്ടോ അവർ ഭരണത്തിലേക്ക് വരും എന്ന പേടിയോ, അവർ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയായിട്ട് ഞങ്ങൾക്ക് മാറും എന്ന ബേജാറോ അല്ല ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. ഇസ്ലാമിൻ്റെ ഈ തരത്തിലുള്ള അതിൻ്റെ ആശയങ്ങളാണ്, അതിൻ്റെ സങ്കല്പങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത്. സമത്വവും സാഹോദര്യവും തന്നെയാണ്, സമ്പൂർണമായിട്ടുള്ള നീതിയാണ്, സാമൂഹിക നീതിയാണ്, സാമ്പത്തിക നീതിയാണ്. ഇവിടെ വെച്ചുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷനെ സംബന്ധിച്ചല്ല, ഈ ആദർശത്തിൻ്റെ പ്രൊട്ടക്ഷനെ സംബന്ധിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. ഈ ആദർശത്തിൻ്റെ പ്രൊട്ടക്ഷനെ സംബന്ധിച്ചാണ്. ഇന്ന് അവർ മുസ്ലിം സമുദായത്തെ ഒരു വംശമായിട്ട് കണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരായിരുന്നാലും ശരി, അവരെ എല്ലാം എതിർക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. അതൊരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആവശ്യമാണ് ഒരു വലിയ ശത്രുവിനെ സൃഷ്ടിക്കുക എന്നത്. ആ അർത്ഥത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഫാഷിസ്റ്റുകൾ ചെയ്ത അതേ കാര്യങ്ങൾ നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിനു വേണ്ടി, ഇടതുപക്ഷ സർക്കാരിനു വേണ്ടിയും ഇവിടുത്തെ CPM എന്ന നേതൃത്വത്തിൽ നിന്നുകൊണ്ട് വളരെ ബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാക്കുപിഴയല്ല, തെറ്റായ എന്തെങ്കിലും ധാരണകളല്ല, ഉറച്ച ധാരണകളിലാണ് CPM അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പാകെ അതേ വിശ്വാസ സംഹിതയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്, ഈ വിശ്വാസ സംഹിതയുടെ അടിസ്ഥാനങ്ങളാണ് പറയുന്നത്. ഈ വിശ്വാസ സംഹിത ഈ നാടിന് ആവശ്യമാണോ, നിങ്ങൾക്ക് ആവശ്യമാണോ, നിങ്ങൾ മുസ്ലിങ്ങളാവുക എന്നതല്ല വിഷയം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഈ നാടിന് ആവശ്യമുണ്ടോ എന്നതാണ്. ഒരാൾ മുസ്ലിം ആവുക എന്നത് ഇസ്ലാമിൻ്റെ പോലും നിർബന്ധമല്ല, ദൈവത്തിൻ്റെ നിർബന്ധമല്ല. വമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയുക്ഫുർ. ഇഷ്ടമുള്ളവൻ വിശ്വസിച്ചാൽ മതി, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവിശ്വസിക്കാം. അവിശ്വസിക്കാനുള്ള ആ മഹത്തായ സ്വാതന്ത്ര്യം ഈ ദർശനം ഉയർത്തിപ്പിടിക്കുന്നു. വളരെ കൃത്യമായും വളരെ വ്യക്തമായും ഇത്രയും ശക്തമായി ആ കാര്യം പറഞ്ഞ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനമോ മറ്റൊരു പ്രത്യയശാസ്ത്രമോ മറ്റൊരു മതജന വിഭാഗമോ ലോകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരമൊരു ചുറ്റുപാടിൽ നമ്മൾ ഈ മനുഷ്യ സമൂഹത്തോടുള്ള ഗുണകാംക്ഷ കൊണ്ട് നമ്മൾ ഈ ഇസ്ലാമിക ആദർശത്തിലേക്കാണ് അവരെ വിളിക്കുന്നത്.
അത് സ്വീകരിക്കാനല്ല, അതിൻ്റെ വിഷയങ്ങൾ അവർ പഠിക്കണം, അവർ മനസ്സിലാക്കണം. അത് അവരുടെ തന്നെ പ്രസ്ഥാനങ്ങളിലും അവരുടെ തന്നെ സമൂഹങ്ങളിലും ആ ഒരു മാറ്റത്തിന് വേണ്ടി അവർ ഉപയോഗപ്പെടുത്തണം എന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് ധാരാളം ആളുകൾ അത് സംബന്ധമായിട്ട് പ്രസംഗിക്കാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ലിബറലിസം എന്ന ആ വാക്ക് കേൾക്കാൻ വളരെ ഇമ്പമുള്ള ഒരു വാക്കാണ്. ആരുടെ ലിബറലിസം എന്ന് ഞാൻ ചോദിച്ചു. ഇനി ആശയമനുസരിച്ചാണെങ്കിൽ അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യം, എവിടെ വരെയുള്ള സ്വാതന്ത്ര്യം, എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യം? ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തിനുമുള്ള സ്വാതന്ത്ര്യം, എവിടെ വരെ പോകാനുമുള്ള സ്വാതന്ത്ര്യം, അതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതാണ് അതിൻ്റെ ദാർശനികന്മാർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇന്ന് ശരി എന്ന് കരുതുന്ന കാര്യം ശരിയല്ല എന്നും, നിങ്ങൾ സത്യം എന്ന് പറയുന്ന കാര്യം സത്യമല്ല എന്നും, നിങ്ങൾ സദാചാരം എന്ന് പറയുന്ന കാര്യം സദാചാരമല്ല എന്നും, നിങ്ങൾ തെറ്റായി ഇന്ന് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതല്ല എന്നും ആണ്. അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ സ്വതന്ത്രരാകുന്നത്, അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്, അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ മനുഷ്യരാകുന്നത് എന്നും ആണ് അവർ ഉദ്ഘോഷിക്കുന്നത്. നിങ്ങൾക്കൊന്നിനും ശരിക്കൊരു അടിസ്ഥാനമില്ല, സത്യത്തിനൊരു അടിസ്ഥാനമില്ല, ഒന്നിനും ഒരു അടിസ്ഥാനമില്ല, അടിസ്ഥാനത്തിന് തന്നെ അടിസ്ഥാനമില്ല. ഇതാണ് ആ ദാർശനികന്മാരുടെ ദർശനം എന്ന് പറയുന്നത്. അങ്ങനെ കടുത്ത അരാജകത്വത്തിലേക്ക്, കടുത്ത തോന്നിയാസത്തിലേക്ക്, ഒരു നിയമങ്ങളും പാലിക്കാൻ സന്നദ്ധമല്ലാത്ത ഒരു ജനതയെയാണ് അവർ സൃഷ്ടിക്കാൻ പോകുന്നത്. അത് അവർക്ക് ഗുണം ചെയ്യും, അത് അധികാരി വർഗത്തിന് ഗുണം ചെയ്യും, അത് വരണ്യവർഗത്തിന് ഗുണം ചെയ്യും. അത് സാധാരണക്കാരന് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, ഈ സാധാരണക്കാരനായിരിക്കും അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇര, അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഇര ഈ സാധാരണക്കാരനായിരിക്കും എന്നതാണ്. അതാണ് ലോകത്തുടനീളം നടക്കുന്നത്. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ഇവർ നടത്തിയ നീതിക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങളാണ്. ലോകത്ത് നടന്ന എല്ലാവിധ ചൂഷണങ്ങളും ഇവർ നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് ലോകത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്ന മാനവരാശിയെ അവൻ ഇതുവരെ എത്തിപ്പിടിച്ചിട്ടുള്ള സകല സംസ്കാരങ്ങളും നാഗരികതയും തകർക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കുന്ന ഒരു വീക്ഷണമാണ് ഇത്. ഈ വീക്ഷണം പണ്ട് ഒറ്റപ്പെട്ട ആളുകളുടേതായിരുന്നു, ചില എഴുത്തുകാരുടേതായിരുന്നു, ചില കവികളുടേതായിരുന്നു, ചില ഒറ്റപ്പെട്ട പ്രസ്ഥാനങ്ങളുടേതായിരുന്നു. ഇന്ന് അത്ഭുതം, ഇത് മഹാപ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, ഇത് സർക്കാരുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്, ഇത് വലിയ വലിയ സമൂഹങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്നിനുമല്ല, അവര് നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ നശിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ആയുധമാണ്, ഒരു ദർശനമാണ് അവരേറ്റെടുത്തിരിക്കുന്നത്. നമുക്കൊന്നേ പറയാനുള്ളൂ, അവർക്ക് അവരുടെ ദർശനമായിട്ട് ജീവിക്കാം. നമുക്ക് ഒരേ ആവശ്യമേ ഉള്ളൂ, സത്യസന്ധമായിട്ട് സദാചാര നിഷ്ഠയോടുകൂടിയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആദർശവും ആശയവും അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഏറ്റുമുട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഏറ്റുമുട്ടലുണ്ടാവും. ഓരോരുത്തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വീശലും നമ്മുടെ തലയ്ക്ക് മീതെ വന്ന് ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മൂക്കിനിൽ വന്ന് ഇടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശേഷിച്ച് ലൈംഗിക സദാചാര കുടുംബ രംഗങ്ങളിലുള്ള ഈ തിയറിയുടെ, ഈ ആശയത്തിൻ്റെ ആക്രമണം, അതിൻ്റെ ശവപ്പറമ്പാണ് യൂറോപ്പും അമേരിക്കയും എന്ന് പറയുന്നത്. മാതാവ് കുട്ടിയെ പിടിച്ച് കയ്യിൽ പിടിച്ചു പോകുന്നു, പിതാവില്ല, പിതാവിനെ കാണാൻ സാധ്യമല്ല. ഇല്ലെജിമേറ്റഡ് ചിൽഡ്രൻ, അങ്ങനെയുള്ളൊരു തലമുറ, അനാഥമായിട്ടുള്ള ഒരു തലമുറ. അവരുടെ പിതാവാരെന്ന് അവർക്കറിയില്ല. മാതാവിനെ ഇന്നറിയാം, നാളെ അറിയുമോ എന്ന് എനിക്കറിയില്ല. അതിനുള്ള വിദ്യകളും കണ്ടുപിടിക്കും. നാളെ ഈ ലിബറലിസം പിതാവ് കൂടി നോടൊപ്പം മാതാവ് കൂടി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ ഈ കുട്ടിക്ക് മാതാവും പിതാവുമില്ലാത്ത ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെടും എന്നതാണ്. അനാഥമായിട്ടുള്ള ഒരു സംസ്കാരമാണ്, അനാഥമായിട്ടുള്ളൊരു നാഗരികതയാണ് അതുമൂലം ഉണ്ടായിത്തീരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് അംഗീകരിക്കുക സാധ്യമല്ല. നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഭദ്രമാക്കുകയും നമ്മുടെ നില ഭദ്രമാക്കുകയും ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള ഗൗരവമായ വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു വിഷയമാണ് ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പിന്നെ ഈ ഒരു വിഷയം
പിന്നെ ഈ ഒരു ക്യാമ്പയിൻ, ഇതിൽ പറയുന്ന വിഷയങ്ങൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം ലളിതമല്ല. ഇതുവരെ നടത്തിപ്പോന്ന വിഷയങ്ങൾ പോലെയല്ല, മറിച്ച് അത് നമ്മുടെ ഇത് മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ മൊത്തം മാനവരാശിയുടെ നിലനിൽപ്പ്, അവൻ്റെ സംസ്കാരം, അവൻ്റെ നാഗരികത, ഇതുമായി ബന്ധപ്പെട്ട ഒരു മഹത്തായ ഒരു പരിപാടിയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ ഗൗരവത്തിൽ അതിനെ ഉൾക്കൊള്ളണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.